ഹായ് ഓൾ, മൈസെൽഫ് ജിബിൻ. ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ ഇൻട്രൊഡക്ഷൻ ടു ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് അറ്റൻഡ് ചെയ്യാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ സെഷൻ അറ്റൻഡ് ചെയ്യുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് ഇൻ ദിസ് സെഷൻ. ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു സീക്വൻഷ്യൽ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്ന അനാലിസിസ് പ്രോസസ്സാണ് ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ്. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിനനുസരിച്ച് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സിൻ്റെ എണ്ണത്തിലും അതുപോലെ നൊട്ടേഷൻസിലും സിമ്പിൾസിലും ചേഞ്ചസ് ഉണ്ടാവാം. അതൊന്ന് ശ്രദ്ധയിൽ വയ്ക്കുക. FEA പ്രോസസ്സിനെ നമുക്ക് 9 സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഡിസ്ക്രിറ്റൈസേഷൻ, സെക്കൻഡ് വൺ നമ്പറിംഗ് ഓഫ് നോഡ്സ് ആൻഡ് എലമെൻറ്റ്സ്, തേർഡ് വൺ സെലക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് or interpolation model, fourth one defining material behavior, fifth one derivation of element equation, sixth one assembling, seventh one applying boundary conditions, eighth one solution, and ninth one obtaining the required result from the solution. ഇതിൽ ആദ്യത്തെ 2 സ്റ്റെപ്പിനെ നമ്മൾ പ്രീ പ്രോസസ്സിംഗ് സ്റ്റേജ് എന്ന് വിളിക്കും. ഡിസ്ക്രിറ്റൈസേഷൻ ആൻഡ് നമ്പറിംഗ് ഓഫ് നോഡ്സ് ആൻഡ് എലമെൻറ്റ്സ്. സ്റ്റെപ്പ് 3 ടു സ്റ്റെപ്പ് 8, അതായത് സെലക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ മുതൽ സൊല്യൂഷൻ വരെയുള്ള സ്റ്റെപ്സിനെ നമ്മൾ അനാലിസിസ് ഫേസ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഫേസ് എന്ന് വിളിക്കും. ഫൈനൽ സ്റ്റെപ്പിനെ ഒബ്റ്റെയിനിങ് ദ റിക്വയർഡ് റിസൾട്ട് ഫ്രം ദ സൊല്യൂഷൻ ഓർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ സൊല്യൂഷൻ, ഇതിനെ നമ്മൾ പോസ്റ്റ് പ്രോസസ്സിംഗ് ഫേസ് എന്ന് വിളിക്കും. ഇതിൽ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസ്ക്രിറ്റൈസേഷൻ ആണ്. Discretization is the process of subdividing a structure into a convenient number of smaller elements. നമ്മുടെ കയ്യിലുള്ള സ്ട്രക്ചറിനെ എ ലാർജ് നമ്പർ ഓഫ് ഫൈനൈറ്റ് എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിറ്റൈസേഷൻ. സോ ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഡിസ്ക്രിറ്റൈസേഷൻ. ഡിസ്ക്രിറ്റൈസേഷൻ നമ്മൾ എത്ര നല്ല രീതിയിൽ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ടിൻ്റെ ആക്യുറസി കിട്ടുക. നമ്മൾ ഏത് ടൈപ്പ് എലമെൻറ്റ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് സൈസുള്ള എലമെൻറ്റ് യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ ജോമെട്രീനെയും ദെൻ അതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സിംഗിൾ കോർഡിനേറ്റ് ബോഡിയാണ് അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് മാത്രമുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് 1 ഡയമെൻഷൻ എലമെൻറ്റ് യൂസ് ചെയ്യാം. XY കോർഡിനേറ്റ്സ് ഉള്ളതാണെങ്കിൽ നമുക്ക് 2 ഡയമെൻഷൻ എലമെൻറ്റ്സ് യൂസ് ചെയ്യാം. XYZ ഉണ്ടെങ്കിൽ നമുക്ക് 3 ഡയമെൻഷണൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന എലമെൻറ്റിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് കിട്ടുന്ന സൊല്യൂഷൻ്റെ ആക്യുറസി കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ എവിടെയൊക്കെയാണ് നമ്മൾ നോട്ട്സ് പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ എവിടെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യും. ഡിസ്ക്രിറ്റൈസേഷൻ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ നാച്ചുറൽ ഡിസ്ക്രിറ്റൈസേഷൻ ആൻഡ് സെക്കൻഡ് വൺ ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ. നാച്ചുറൽ ഡിസ്ക്രിറ്റൈസേഷൻ മീൻസ് ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ നമ്മൾ എലമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഫിഗറിലൊരു ട്രസ് കാണിച്ചിട്ടുണ്ട്. സ്ട്രക്ചറൽ അനാലിസിസിൽ ഈ ട്രസ്സിനെ നമ്മളൊരു നാച്ചുറൽ സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഈ ട്രസ്സിൽ 1, 2, 3 എക്സെട്ര അപ് ടു 13 വരെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിലുള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സാണ്. ഈ മെമ്പേഴ്സിനെ തന്നെ നമ്മൾ ഓരോ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ നാച്ചുറൽ ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയാം. ഈ എലമെൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന അതിൽ ഓരോ ജോയിൻസ് A, B, C അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ നോഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതിൽ ഓരോ നോഡിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ നോഡൽ ഫോഴ്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഈ ഫോഴ്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. സോ ഇങ്ങനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ എലമെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ഡിസ്ക്രിറ്റൈസേഷൻ. സെക്കൻഡ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ. ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമാജിനറി എലമെൻറ്റ്സ് ആണ്. ലൈക്ക് ട്രയാങ്കുലർ എലമെൻറ്റ്സ്, റെക്ടാങ്കുലർ എലമെൻറ്റ്സ് ആൻഡ് ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റ്സ്. ദീസ് എലമെൻറ്റ്സ് ആർ നോട്ട് ഫിസിക്കലി പ്രസൻറ്റ് ഓൺ ദ സ്ട്രക്ചർ. നമ്മളത് അവിടെ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡിസ്ക്രിറ്റൈസേഷൻ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ. ഡിസ്ക്രിറ്റൈസേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ type of element, second one size of element, third one location of element, and fourth one number of elements.
ഇതിൽ ഓരോന്നിലും എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് ഓഫ് എലമെൻറ്റ്. ഡിസ്ക്രിറ്റൈസേഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന എലമെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുന്നത് 3 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നീഡഡ്. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം, ഏതൊക്കെ ഡയറക്ഷനിലാണ് മൂവ്മെൻ്റ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ സെക്കൻഡ് വൺ, എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ആക്യുറസി. തേർഡ് വൺ, നെസസറി ഇക്വേഷൻസ് റിക്വയർഡ്. നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ്റെ ഓർഡർ എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ചില കേസിൽ, കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൻ്റെ കേസിൽ ഒരു സിംഗിൾ ടൈപ്പ് എലമെൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ് എയർക്രാഫ്റ്റ് വിങ്. ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസിൽ ജനറലി യൂസ് ചെയ്യുന്ന എലമെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വൺ ഡയമെൻഷണൽ എലമെൻറ്റ്. റോഡ്സ്, ബീംസ്, ട്രസ്സസ്, ഫ്രെയിംസ് ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വൺ ഡയമെൻഷണൽ എലമെൻ്റ് ആണ്. അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എലമെൻറ്റ് ടൈപ്പാണ് ലൈൻ. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 എൻഡിലും ഓരോ നോഡുള്ള എ 2 നോഡ് വൺ ഡയമെൻഷണൽ എലമെൻ്റ് ആണ് ലൈൻ എലമെൻറ്റ്. സെക്കൻഡ് വൺ ഈസ് 2 ഡയമെൻഷണൽ എലമെൻറ്റ്സ്. ട്രയാങ്കുലർ എലമെൻറ്റ്സും ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റ്സുമാണ് 2 ഡയമെൻഷണൽ എലമെൻറ്റ്സിൽ ജനറലി വരിക. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ 2 ഡയമെൻഷണൽ എലമെൻറ്റ്സിന് കോർണർ നോഡ്സ് ഉണ്ടാവും. ട്രയാങ്കുലർ എലമെൻ്റ് ആണെങ്കിൽ 3 കോർണർ നോഡ് ഉണ്ടാവും. ക്വാഡ്രിലാറ്ററൽ എലമെൻ്റ് ആണെങ്കിൽ 4 കോർണർ നോഡ് ഉണ്ടാവും. മൂന്നാമത്തെ ടൈപ്പ് 3 ഡയമെൻഷണൽ എലമെൻറ്റ്സ് ആണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള 3 ഡയമെൻഷണൽ എലമെൻറ്റ്സ് ആണ് ടെട്രാഹെഡ്രൽ എലമെൻറ്റും ഹെക്സാഹെഡ്രലോ ബ്രിക്ക് എലമെൻറ്റ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ സിമ്പിൾ 3 ഡയമെൻഷണൽ എലമെൻറ്റ്സിന് കോർണർ നോഡ്സ് അവൈലബിൾ ആയിരിക്കും. ഫോർത്ത് വൺ ഈസ് ആക്സിസിമെട്രിക് എലമെൻറ്റ്സ്. ഒരു ട്രയാങ്കുലർ എലമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റിനെ ഒരു ഫിക്സഡ് ആക്സിസിനെ ബേസ് ചെയ്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആക്സിസിമെട്രിക് എലമെൻറ്റ്സ്. ആക്സിസിമെട്രിക് ആയിട്ടുള്ള ജോമെട്രീസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്സിസിമെട്രിക് എലമെൻറ്റ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് കൺസിഡറേഷൻ വൈൽ സെലക്ടിങ് ദ എലമെൻറ്റ് ടൈപ്പ് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് ദ എലമെൻറ്റ്. എലമെൻറ്റ് സൈസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സൈസ് കുറയുന്നതിനനുസരിച്ച് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടും. ബട്ട് കമ്പ്യൂട്ടേഷണൽ എഫേർട്ടും ടൈമും കൂടുതൽ വേണ്ടി വരും. എലമെൻറ്റ് സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ് ആസ്പെക്ട് റേഷ്യോ. ഒരു എലമെൻറ്റിലെ ലാർജസ്റ്റ് ഡയമെൻഷനും ആ എലമെൻറ്റിലെ സ്മോളസ്റ്റ് ഡയമെൻഷനും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ആസ്പെക്ട് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഈ ആസ്പെക്ട് റേഷ്യോ ക്ലോസർ ടു യൂണിറ്റി അല്ലെങ്കിൽ ക്ലോസർ ടു 1 ആയിട്ട് വയ്ക്കുമ്പോഴാണ് നമുക്ക് ബെറ്റർ റിസൾട്ട്സ് കിട്ടുക. ഡിസ്ക്രിറ്റൈസേഷൻ പ്രോസസ്സിൽ അടുത്ത കൺസിഡറേഷൻ ലൊക്കേഷൻ ഓഫ് നോഡ്സ് ആണ്. നോഡ്സിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ 4 കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, കോൺസെൻട്രേറ്റഡ് ലോഡ്സ്. സെക്കൻഡ് വൺ, അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ലോഡ്സ്. തേർഡ് വൺ, ചേഞ്ച് ഇൻ ക്രോസ് സെക്ഷൻ ഓഫ് ദ സ്ട്രക്ചർ. ആൻഡ് ഫോർത്ത് വൺ, കോമ്പോസിറ്റ് വാൾസ് വിത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. അതിൽ ഫസ്റ്റ് വൺ, കോൺസെൻട്രേറ്റഡ് ലോഡ്സ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സിമ്പിൾ സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറിൽ 2 ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഇതാണ്: എവിടെയൊക്കെയാണോ പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് അവിടെയെല്ലാം നമ്മൾ നോഡ്സ് അലോട്ട് ചെയ്തിട്ടുണ്ടാവണം. സോ ടോട്ടൽ 4 നോഡ്സ് ആർ ദെയർ, 1, 2, 3 and 4. സെക്കൻഡ് കണ്ടീഷൻ, അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ലോഡ്സ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു കാൻറ്റിലിവർ ബീമാണ്. അതിൽ ആക്ട് ചെയ്യുന്നത് UDL ആണ്. ബട്ട് UDLൻ്റെ എമൗണ്ട് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ കണ്ടീഷൻ ഇതാണ്: എവിടെയൊക്കെയാണോ അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ലോഡ് വരുന്നത് അവിടെയെല്ലാം നമ്മൾ നോഡ് കൊടുക്കണം. അതായത് ഈ UDLൻ്റെ വാല്യൂ എവിടെയാണോ ചേഞ്ച് ചെയ്യുന്നത് അവിടെ ഒരു നോഡ് കൊടുക്കണം. സോ ഫസ്റ്റ് നോഡ്, സെക്കൻഡ് നോഡ് ആൻഡ് തേർഡ് നോഡ്. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ക്രോസ് സെക്ഷൻ ഓഫ് ദ സ്ട്രക്ചർ. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിൽ 2 ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷനാണുള്ളത്. ആ ക്രോസ് സെക്ഷണൽ ചേഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ നമ്മളൊരു നോഡ് അലോട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 1, 2 and 3. ഫോർത്ത് വൺ, കോമ്പോസിറ്റ് വാൾസ് വിത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. സോ ഇവിടെ ഫിഗറിൽ 3 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള ഒരു കോമ്പോസിറ്റ് വാളാണ് കാണിച്ചേക്കുന്നത്. സോ എവിടെയെല്ലാം മെറ്റീരിയൽ ചേഞ്ച് വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ നോഡ് നമ്പർ അലോട്ട് ചെയ്യണം. 1, 2, 3 and 4.
ഇത്രയുമെങ്കിലും മിനിമം നമ്മൾ നോഡ് നമ്പർ അല്ലെങ്കിൽ നോഡ്സ് അലോട്ട് ചെയ്യണം. നമുക്ക് റിക്വയർമെൻ്റ് അനുസരിച്ച് ഈ നോഡിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കാം. അടുത്ത കൺസിഡറേഷൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ടൈപ്പ് ഓഫ് എലമെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എല്ലാം ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. സെലക്ഷൻ ഓഫ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ accuracy required, second one size of the element, third one number of degrees of freedom. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ആക്യുറസിയും ഇൻക്രീസ് ചെയ്യും. ബട്ട് കമ്പ്യൂട്ടേഷണൽ എഫേർട്ടും മെമ്മറി റിക്വയർമെൻറ്റ്സും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് ഈസ് നമ്പറിംഗ് ഓഫ് നോഡ്സ് ആൻഡ് എലമെൻറ്റ്സ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡിസ്ക്രീറ്റൈസേഷൻ ഫൈനൈറ്റ് എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ സ്ട്രക്ചറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നോഡിനും നമ്മൾ നമ്പർ ചെയ്യണം, ഓരോ എലമെൻറ്റിനെ നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ടാവണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ബിക്കോസ് ഇറ്റ് ഡിസൈഡ്സ് ദ സൈസ് ഓഫ് ദ സ്റ്റിഫ്നെസ് മെട്രിക്സ്. സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്താണെന്നുള്ളത് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും. സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ സൈസ് കൂടുകയാണെങ്കിൽ നമുക്ക് മെമ്മറി റിക്വയർമെൻറ്റും കൂടുതലായിട്ട് വേണ്ടി വരും. സോ പ്രോപ്പറായിട്ടുള്ള നമ്പറിംഗ് സിസ്റ്റം യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടേഷണൽ എഫേർട്ടും മെമ്മറി റിക്വയർമെൻറ്റും കൂടുതലായിട്ട് വരും. നമ്പറിംഗ് ഓഫ് നോഡ്സ് ആൻഡ് എലമെൻറ്റ്സ് ചെയ്യുമ്പോൾ ഒരു റൂള് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. മാക്സിമം നോഡ് നമ്പർ മൈനസ് മിനിമം നോഡ് നമ്പർ ഷുഡ് ബി ഈക്വൽ ടു മിനിമം. നമ്പറിംഗ് ഓഫ് നോഡ്സ് ആൻഡ് എലമെൻറ്റ്സ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ലോങ്ങർ സൈഡ് നമ്പറിംഗ് പ്രോസസ്സ് ആൻഡ് ഷോർട്ടർ സൈഡ് നമ്പറിംഗ് പ്രോസസ്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സിമ്പിൾ സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറിനെ 12 എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 and 12. ഇതിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നോഡ് നമ്പേഴ്സാണ്. ഇവിടെ ലെങ്ത് വൈസ് 4 എലമെൻറ്റും ബ്രെഡ്ത്ത് വൈസ് 3 എലമെൻറ്റുമാണുള്ളത് ഒരു റോയിൽ. നമ്മളിവിടെ നമ്പർ ചെയ്തിരിക്കുന്നത് ലോങ്ങർ സൈഡിലൂടെയാണ്. അതായത് 1 2 3 4 5 6 7 8 9 10 ഈ നമ്പർ ചെയ്തിരിക്കുന്നത് ലോങ്ങർ സൈഡിലാണ്. ദെൻ സെക്കൻഡ് വൺ ഷോർട്ടഡ് സൈഡ് നമ്പറിംഗ് പ്രോസസ്സ് നോക്കുക. ഇവിടെയും സെയിം സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. സെയിം എലമെൻറ്റ്സ് ആണ്, 12 എലമെൻ്റ് ഉണ്ട്. നമ്മൾ നോഡ് നമ്പർ കൊടുത്തിരിക്കുന്നത് ഷോർട്ടർ സൈഡിലൂടെയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ ഷോർട്ടർ സൈഡിലൂടെയാണ് നമ്മൾ നമ്പർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലൊരു പെർട്ടിക്കുലർ എലമെൻറ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് നോക്കാം. എലമെൻറ്റ് 3. ലോങ്ങർ സൈഡ് നമ്പറിംഗ് പ്രോസസ്സിൽ എലമെൻറ്റ് 3ൽ വന്നിരിക്കുന്ന മാക്സിമം നോഡ് നമ്പർ 9 ആണ്, മിനിമം നോഡ് നമ്പർ 3 ആണ്. സോ നമ്മുടെ കണ്ടീഷൻ മാക്സിമം നോഡ് നമ്പർ മൈനസ് മിനിമം നോഡ് നമ്പർ ഈക്വൽ ടു മിനിമം. സോ ഇവിടെ മാക്സിമം നോഡ് നമ്പർ 9, മിനിമം നോഡ് നമ്പർ 3. 9 - 3 is 6. ഇനി ഷോർട്ടർ സൈഡ് നമ്പറിംഗ് പ്രോസസ്സിൽ സെയിം എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. എലമെൻറ്റ് 3 ഇവിടെ മാക്സിമം നോഡ് നമ്പർ വന്നിരിക്കുന്നത് 14 ആണ്, മിനിമം നോഡ് നമ്പർ വന്നിരിക്കുന്നത് 9 ആണ്. സോ മാക്സിമം നോഡ് നമ്പർ മൈനസ് മിനിമം നോഡ് നമ്പർ എന്ന് പറയുന്നത് 14 - 9 ഈക്വൽ ടു 5. സോ ഇവിടെ മാക്സിമം നോഡ് നമ്പർ മൈനസ് മിനിമം നോഡ് നമ്പർ മിനിമം ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഷോർട്ടർ സൈഡ് നമ്പറിംഗ് പ്രോസസ്സിലാണ്. സോ ഷോർട്ടഡ് സൈഡ് നമ്പറിംഗ് പ്രോസസ്സ് ആയിരിക്കും നമുക്ക് ബെറ്റർ റിസൾട്ട്സ് പ്രൊവൈഡ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് ഈസ് സെലക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ഓർ ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ. ദ സൊല്യൂഷൻ ഫംഗ്ഷൻ യൂസ് ടു റെപ്രസെൻറ്റ് ദ ബിഹേവിയർ ഓഫ് ഫീൽഡ് വേരിയബിൾ ഇൻ ആൻ എലമെൻറ്റ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ഓർ ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ. ലെറ്റ്സ് സേ നമ്മളുടെ കയ്യിലൊരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒരു സ്ട്രക്ചറിൽ എന്ത് വേരിയബിളിനെയാണോ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ഫീൽഡ് വേരിയബിൾ. അപ്പോൾ ഈ ഫീൽഡ് വേരിയബിൾ അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് ഒരു എലമെൻറ്റിൻ്റെ അകത്ത് വേരി ചെയ്യുന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ. യൂഷ്വലി നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് പോളിനോമിയൽസ് ആണ്. ലീനിയർ, ക്വാഡ്രാറ്റിക് ഓർ ക്യൂബിക് ഫോമിലുള്ള പോളിനോമിയൽസ് നമുക്ക് യൂസ് ചെയ്യാം. പോളിനോമിയൽസ് സെലക്ട് ചെയ്യാനായിട്ട് ചില റീസൺസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഈസി ടു ഫോർമുലേറ്റ് ആൻഡ് കമ്പ്യൂട്ട് ദ ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻ. ഇനി അടുത്ത സ്റ്റെപ്പുകളിൽ നമ്മൾ ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്.
പോളിനോമിയൽ വെച്ച് അത് ചെയ്യാനായിട്ട് ഈസിയാണ്. ദെൻ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും പോളിനോമിയൽസിൽ പെർഫോം ചെയ്യാനായിട്ട് ഈസിയാണ്. ദെൻ പോളിനോമിയലിൻ്റെ ഓർഡർ ഇൻക്രീസ് ചെയ്ത് നമുക്ക് റിസൾട്ടിൻ്റെ ആക്യുറസി ഇൻക്രീസ് ചെയ്യാം. ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് 2 ഡിഫറെൻറ്റ് അപ്രോക്സിമേഷൻ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ലീനിയർ അപ്രോക്സിമേഷൻ ആൻഡ് സെക്കൻഡ് വൺ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ. എന്താണ് ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് നോക്കാം. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമുക്കൊരു എലമെൻ്റ് ഉണ്ട്, ഒരു 1 ഡയമെൻഷൻ എലമെൻ്റ് ആണ്. നമ്മൾ എക്സ് കോർഡിനേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീൽഡ് വേരിയബിൾ φ(x) ആണ്. ഈ ഒരു എലമെൻറ്റിൻ്റെ അകത്ത് φ(x) എന്ന് പറയുന്ന വേരിയബിൾ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എക്സാക്ട് സൊല്യൂഷൻ. ഈ എലമെൻറ്റിൻ്റെ അകത്ത് φ(x) എന്ന് പറയുന്ന ഫീൽഡ് വേരിയബിൾ ശരിക്കും വേരി ചെയ്യേണ്ടത് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സൊല്യൂഷൻ പോലാണ്. ബട്ട് നമുക്കറിയാം ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേഷൻ മെത്തേഡാണ്. നമുക്ക് ഫൈനൽ എക്സാക്ട് സൊല്യൂഷനോട് ക്ലോസർ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് അച്ചീവ് ചെയ്യാൻ പറ്റുക. നമ്മൾ ലീനിയർ അപ്രോക്സിമേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡോട്ടഡ് ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും നമുക്ക് സൊല്യൂഷൻ കിട്ടുക. ദാറ്റ് മീൻസ് ഇങ്ങനൊരു കേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. ആ ലീനിയർ ഇക്വേഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത് φ(x) = a0 + a1x ഫോർ എ 1 ഡയമെൻഷണൽ പ്രോബ്ലം. സോ ഇങ്ങനെ ലീനിയർ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ലീനിയർ അപ്രോക്സിമേഷൻ. 2 ഡയമെൻഷണൽ പ്രോബ്ലമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എക്സിൻ്റെ ഒപ്പം y കോർഡിനേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. സോ ഫീൽഡ് വേരിയബിൾ φ(xy) ആയിരിക്കും. ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് φ(xy) = a0 + a1x + a2y എന്നായിരിക്കും. സെക്കൻഡ് വൺ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ. ഇവിടെയും നമ്മൾ സെയിം എലമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സ് കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുന്ന 1 ഡയമെൻഷണൽ പ്രോബ്ലം ആണ്. ഫീൽഡ് വേരിയബിൾ φ(x) ആണ്. എക്സാക്ട് സൊല്യൂഷനാണ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. നൗ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ കുറച്ചുകൂടി ക്ലോസർ ടു ദ എക്സാക്ട് സൊല്യൂഷൻ ആയിരിക്കും. ബട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഹയർ ഓർഡർ ഇക്വേഷൻ ആയിരിക്കും, ലീനിയർ ഇക്വേഷൻ ആയിരിക്കില്ല. സോ അതിന് എക്സാമ്പിളാണ് അവിടെ കാണിച്ചിരിക്കുന്നത് φ(x) = a0 + a1x + a2x² ഫോർ എ 1 ഡയമെൻഷണൽ പ്രോബ്ലം. നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഡയമെൻഷണൽ പ്രോബ്ലം ആണെങ്കിൽ ഫീൽഡ് വേരിയബിൾ φ(xy) ആയിരിക്കും. ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് φ(xy) = a0 + a1x + a2y + a3x² + a4y² + a5xy. സോ ജനറലി ലീനിയർ അപ്രോക്സിമേഷനും ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷനും നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. 4th step in finite element analysis is defining the material behavior. മെറ്റീരിയൽ ബിഹേവിയർ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻഷിപ്സും സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്സുമാണ്. ഈ റിലേഷൻഷിപ്സ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക. ഒരു 1 ഡയമെൻഷണൽ പ്രോബ്ലമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിൻ എപ്സിലോൺ = du/dx ആണ്. where u is the displacement field variable in x direction. 1 ഡയമെൻഷണൽ പ്രോബ്ലം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സിഗ്മ = E × എപ്സിലോൺ ആണ്, where E is the Young's modulus. 2 ഡയമെൻഷണൽ പ്രോബ്ലം 3 ഡയമെൻഷണൽ പ്രോബ്ലം ഒക്കെ ആകുമ്പോൾ ഈ റിലേഷൻഷിപ്പ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെട്രിക്സ് ആയിട്ട് ചേഞ്ച് ആവും. 5th step in finite element analysis എന്ന് പറയുന്നത് ഡെറിവേഷൻ ഓഫ് എലമെൻറ്റ് ഇക്വേഷൻ ആണ്. നമ്മൾ ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്തു, നമ്പറിംഗ് ഓഫ് നോഡ്സ് ആൻഡ് എലമെൻറ്റ്സ് ചെയ്തു, ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ സെലക്ട് ചെയ്തു, മെറ്റീരിയൽ ബിഹേവിയർ ഡിഫൈൻ ചെയ്തു. ഇനി ഓരോ എലമെൻറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എലമെൻറ്റ് ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്യണം. ഈ എലമെൻറ്റ് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് FE = KE × UE എന്നായിരിക്കും. വേർ FE ഈസ് ദ എലമെൻറ്റ് ഫോഴ്സ് വെക്റ്റർ. ഒരു എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് നോഡ്സിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളായിരിക്കും ഈ വെക്ടറിൽ വരിക. ദെൻ KE ഈസ് ദ എലമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. ദെൻ UE ഈസ് ദ എലമെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. ഒരു എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് നോഡ്സിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റുകളായിരിക്കും ഈ വെക്ടറിൽ വരിക. എലമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്താണെന്നും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും നമ്മൾ അടുത്ത സെഷൻസിൽ ഡിസ്കസ് ചെയ്യും. എലമെൻറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് നമുക്ക് 3 മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ഇക്വിലിബ്രിയം മെത്തേഡ്. നമ്മൾ 1 ഡയമെൻഷണൽ സ്ട്രക്ചറൽ പ്രോബ്ലംസിനെല്ലാം യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഇക്വിലിബ്രിയം മെത്തേഡാണ്. സെക്കൻഡ് വൺ വേരിയേഷണൽ മെത്തേഡ്. ലാർജർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളപ്പോൾ ആക്സിസ് സിമെട്രിക് ആയിട്ടുള്ള
സ്ട്രക്ചേഴ്സിൻ്റെയൊക്കെ അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് വേരിയേഷണൽ മെത്തേഡ് യൂസ് ചെയ്യാം. ദെൻ വെയ്റ്റഡ് റെസിജ്വൽ മെത്തേഡ്. വെയ്റ്റഡ് റെസിജ്വൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ജനറലി തെർമൽ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ടാണ്. 6th സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസംബ്ലിംഗ് ഓഫ് എലമെൻറ്റ് ഇക്വേഷൻ ആണ്. n നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ n നമ്പർ ഓഫ് എലമെൻറ്റ് ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടാവും. ഈ എലമെൻറ്റ് ഇക്വേഷൻസിനെല്ലാം കമ്പൈൻ ചെയ്ത് ഗ്ലോബൽ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അസംബ്ലിംഗ്. ഗ്ലോബൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് F=k/u ആണ്. വേർ F ഈസ് ദ ഗ്ലോബൽ ഫോഴ്സ് വെക്റ്റർ. ഒരു സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന എല്ലാ നോഡൽ ഫോഴ്സുകളും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. K ഈസ് ദ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. U ഈസ് ദ ഗ്ലോബൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. ഒരു സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന എല്ലാ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റുകളും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഗ്ലോബൽ ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ ആണ്. മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് ന്യൂമറിക്കൽസ് ഡിസ്കസ് ചെയ്യുന്ന സെഷനിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Now the 7th step is applying boundary conditions. നമുക്കൊരു ഗ്ലോബൽ ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലോബൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്തുക. ഗ്ലോബൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ചില ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബൗണ്ടറി കണ്ടീഷൻസ് ഇൻ ദ സെൻസ്, നമുക്കൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൻ്റെ ഡിഫറെൻറ്റ് നോഡ്സിൽ, എസ്പെഷ്യലി ബൗണ്ടറി നോഡ്സിൽ ചില ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓൾറെഡി നോൺ ആയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ ആ എൻഡിൽ അല്ലെങ്കിൽ ആ നോഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇങ്ങനെ നോൺ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഗ്ലോബൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. 2 തരത്തിലുള്ള ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, പ്രൈമറി ബൗണ്ടറി കണ്ടീഷൻ ഓർ എസെൻഷ്യൽ ബൗണ്ടറി കണ്ടീഷൻ. ഗ്ലോബൽ ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ആണ് പ്രൈമറി ബൗണ്ടറി കണ്ടീഷൻസ്. സെക്കൻഡ് വൺ, സെക്കൻഡറി ബൗണ്ടറി കണ്ടീഷൻസ് ഓർ നാച്ചുറൽ ബൗണ്ടറി കണ്ടീഷൻസ്. നമ്മൾ എലമെൻറ്റ് ഇക്വേഷൻ ഫോം ചെയ്യുന്ന കേസിൽ ആ ഒരു സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ആണ് നമ്മൾ സെക്കൻഡറി ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നൗ ദ 8th സ്റ്റെപ്പ് ഈസ് സൊല്യൂഷൻ. ഗ്ലോബൽ ഇക്വേഷനിലേക്ക് ഡിഫറെൻറ്റ് ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്തു. റിസൾട്ടിങ് ഇക്വേഷനെ സോൾവ് ചെയ്ത് നമുക്ക് ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്താം. അൺനോൺ ആയിട്ടുള്ള ഫീൽഡ് വേരിയബിളിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഗോസ് എലിമിനേഷൻ മെത്തേഡാണ്. എങ്ങനെയാണ് ഈ എലിമിനേഷൻ മെത്തേഡ് പ്രാക്ടിക്കലി ഗ്ലോബൽ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യുന്ന സെഷനിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Now the final step is obtaining the required result from the solution. That is interpretation of the solution. ഇതിനെ നമുക്ക് പോസ്റ്റ് പ്രോസസ്സിംഗ് ഫേസ് എന്ന് വിളിക്കാം. ഗ്ലോബൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് അൺനോൺ ആയിട്ടുള്ള ഫീൽഡ് വേരിയബിൾ വാല്യൂസ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഫീൽഡ് വേരിയബിൾ വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് വാല്യൂസും സ്ട്രെയിൻ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 1 ഡയമെൻഷണൽ പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫീൽഡ് വേരിയബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഗ്ലോബൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അൺനോൺ ആയിട്ടുള്ള നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റുകളെല്ലാം കിട്ടും. ഈ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് വാല്യൂസും സ്ട്രെയിൻ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻഷിപ്സും സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്സും യൂസ് ചെയ്യാം. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ε=du/dx ആണ്. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് σ=ε/E ആണ് ഫോർ എ 1 ഡയമെൻഷണൽ പ്രോബ്ലം. സോ ഇത് അപ്ലൈ ചെയ്ത് അൺനോൺ ആയിട്ടുള്ള സ്ട്രെസ് വാല്യൂസും സ്ട്രെയിൻ വാല്യൂസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസിൻ്റെ പ്രൊസീജിയർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. കമ്മിങ് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷേപ്പ് ഫംഗ്ഷനെ പറ്റിയും സ്റ്റിഫ്നെസ് മെട്രിക്സിനെ പറ്റിയിട്ടുമാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻ്റ് ലിസ്ണിംഗ്. താങ്ക് യു.